Hello everyone, welcome to Brilliant EduTech, the best solution ever. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരുപാട് സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്ത മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ഈ റിവിഷൻ ഡേയ്സിൽ ഉണ്ടായിരിക്കേണ്ട ആ ഒരു സ്ട്രാറ്റജി എന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 10-11 ദിവസം മാത്രമാണ് നമ്മുടെ ഈ ഒരു എക്സാമിന് വേണ്ടി ബാക്കി നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു ടൈമിൽ ഐ ആം പോസിബിൾ എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് വേണം, അല്ലാതെ ചുമ്മാ അങ്ങ് പഠിച്ചു പോയിട്ട് കാര്യമില്ല അല്ലേ? അപ്പോൾ നമ്മൾ ഒരു റിവിഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റിവിഷൻ പ്ലാൻ കണ്ടു നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്ങനെ നമുക്ക് ഈ ഒരു വലിയ സിലബസ് ഒന്ന് റിവൈസ് ചെയ്ത് ഓടിച്ചു നോക്കാനായിട്ട് സാധിക്കുമെന്ന് കൃത്യമായിട്ട് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു റിവിഷൻ പ്ലാൻ തന്നിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ മറക്കാതെ തന്നെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഈ ഒരു റിവിഷൻ ഡേയ്സിൽ നമ്മൾ ഏത് ആറ്റിറ്റ്യൂഡിലാണ് മുന്നോട്ട് പോകേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ഒരു ഡേയ്സ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും, എഫക്റ്റീവ് ആയിട്ട് ഈ ഡേയ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്സും കാര്യങ്ങളും ഒന്ന് ഫോളോ ചെയ്യാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക. അപ്പം ആദ്യമേ നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങൾ കീ ടോപ്പിക്സ് പ്രയോറിറ്റൈസ് ചെയ്യുക. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പ്രയോറിറ്റൈസ് ചെയ്യുക. ഇനി ഇതല്ലാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവനവന് ഏതാണ് വീക്ക് ആയിട്ടുള്ള ഏരിയ, അവനവന് ഏതാണ് സ്ട്രെങ്ത് ആയിട്ടുള്ള ഏരിയ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയുന്നതായിരിക്കും. ചിലർ മാത്സിൽ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിരിക്കും, ചിലർ കെമിസ്ട്രിയിലായിരിക്കും, ചിലർ ഫിസിക്സിലായിരിക്കും, ചിലർ MLT ഭയങ്കര സ്ട്രോങ് ആയിട്ട് പഠിച്ചെത്തിയിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ടോപ്പിക്സ് ആണ് അല്ലേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും അതുപോലെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നതും. അതേതെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇനി അതിലെ സബ്ജക്റ്റിൽ തന്നെ ചില ടോപ്പിക്സ് നമുക്ക് ടഫ് ആയിരിക്കാം. ആ ടോപ്പിക്സ് ഏതാണ് നമുക്ക് ഈസി, ഏതാണ് നമുക്ക് ടഫ്, ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. ഇതൊന്ന് എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ബുക്കും പേപ്പറും എടുത്തിട്ട് നിങ്ങൾക്ക് സ്ട്രെങ്ത്ഫുൾ ആയിട്ട് തോന്നുന്ന, നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുന്ന ടോപ്പിക്സ് ഏതാണോ, സബ്ജക്ട്സ് ഏതാണോ അതൊന്ന് എഴുതി വെക്കുക. ഇനി ഫോക്കസ് കൊടുക്കേണ്ടത് ഏത് എന്നും എഴുതി വെക്കുക. ഇനി ഇതല്ലാതെ ഒരു കാറ്റഗറി ഉണ്ട്, നമുക്ക് എത്ര പഠിച്ചാലും കിട്ടില്ല, അല്ലെങ്കിൽ എത്ര പഠിച്ചാലും നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ഏരിയാസ് ഏതാണ് എന്നും മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട ടോപ്പിക്സ് ഈ രണ്ട് കാറ്റഗറി, അതായത് പഠിച്ചാൽ കിട്ടും എന്നുറപ്പുള്ള ചില ടോപ്പിക്സും ഇത് നമുക്ക് ഓക്കെ ആണ് എന്ന് തോന്നുന്ന ടോപ്പിക്സും, ഇത് ഏതെന്ന് മനസ്സിലാക്കുക. അതിന് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക. പിന്നെ ഒരു സ്റ്റഡി ഷെഡ്യൂൾ ഉണ്ടായിരിക്കുക. നമ്മളൊരു റിവിഷൻ പ്ലാൻ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാന് അനുസരിച്ച് ഫോളോ ചെയ്യുമ്പോൾ എപ്പോഴാണ് നിങ്ങൾ പഠിക്കുന്നത്, ഒരു ദിവസം എടുത്തു 1-ാം തീയതി ഏതൊക്കെ ടൈമിലാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, എത്രയൊക്കെ പഠിച്ചെത്തിയാലും നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഒരു സ്റ്റഡി ഓർഡർ അനുസരിച്ച്, നിങ്ങളുടെ ഒരു ഡേ അനുസരിച്ച് നിങ്ങൾക്ക് അത് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇനി ജോലിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, വീട്ടമ്മമാരുണ്ട്, അപ്പം നിങ്ങൾക്ക് എപ്പോൾ പഠിക്കാൻ പറ്റും. രാവിലെ എണീച്ച് പഠിക്കുന്നവരുണ്ട്, രാത്രി ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കുന്നവരുണ്ട്. ഇതല്ലാതെ ഇടനേരങ്ങളിൽ നമുക്ക് എങ്ങനെ പഠിക്കാം, ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് പഠിക്കാം. ഇങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ഈ 10 ദിവസം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. മറക്കരുത്, കാരണം നമുക്ക് ആകെപ്പാടെയുള്ളത് ഇനി 10 ദിവസമാണ് അല്ലേ? അപ്പോൾ ഈ ഒരു 10 ദിവസം ചുമ്മാ അങ്ങ് കളഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്കൊന്നും അത് നേടിത്തരത്തില്ല. ആയാസമട്ടിലും അലസതയോടുകൂടിയൊക്കെ ഇരുന്നിട്ട് നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ 10 ദിവസമെങ്കിലും ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് ഒരു സ്റ്റഡി ഷെഡ്യൂൾ, ഡേ പ്ലാനർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഏതൊക്കെ ടൈമിൽ ഏതൊക്കെ ടോപ്പിക്സ്, നമ്മൾ സ്റ്റഡി പ്ലാൻ തന്നിട്ടുണ്ട്, ഒരു റിവിഷൻ പ്ലാൻ തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു റിവിഷൻ പ്ലാൻ അനുസരിച്ച് ഈ ഒരു മൊഡ്യൂൾ നമ്മൾ എപ്പോഴാണ് പഠിക്കുന്നത് എന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പൊ തലേ ദിവസം കിടക്കുന്നതിന് മുന്നേ നാളെ രാവിലെ ഏത് ടൈമിലാണ്, എപ്പോഴാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാനും ആ സബ്ജക്റ്റ് പഠിച്ച് തീർക്കാനും ഉദ്ദേശിച്ചിരിക്കുന്നത് കൃത്യമായ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മറ്റൊന്ന് ആക്റ്റീവ് റീകോൾ ആണ്, റിവിഷൻ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചെത്തിയവരാണ്. ഇനി ചില ടോപ്പിക്സിന് കൂടുതൽ അറ്റൻഷൻ കൊടുക്കണം, കൂടുതൽ റീകോൾ ചെയ്യണം. ചില ഫ്ലാഷ് കാർഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ, ചില ചാർട്ട്സ്, ചില ടേബിൾസ്, വാല്യൂസ് ഒക്കെയുള്ള ചില ടേബിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് അവസാന നിമിഷത്തിൽ ഒന്നും കൂടെ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, റിപ്പീറ്റഡ്ലി ചെയ്യുക. അതായത് ഇന്ന് പഠിച്ചത് നാളെ മറന്നു പോകുന്ന തോന്നുന്ന ചില ടോപ്പിക്സ് ഉണ്ടല്ലേ, ആ ടോപ്പിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് മാത്രം ഒന്ന് റിവൈസ് ചെയ്യാനും റീകോൾ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ കണ്ടുപോകാനായിട്ടെങ്കിലും ശ്രദ്ധിക്കുക. ഇനി പഠിക്കാൻ പറ്റാത്തവർ, റിവൈസ് ചെയ്യാൻ പറ്റാത്തവർ മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ശേഖരിക്കാൻ പറ്റുമോ, ക്വസ്റ്റ്യൻസ് ശേഖരിക്കാന്ന് വെച്ചാൽ എഴുതി വെക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കണ്ടുപോവുക, പഠിച്ചു പോവുക, ഇതാണ് ഇതിന്റെ ഉത്തരം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്സാം ഡേയ്സ് നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റൊരു ഗുണം കൂടി ഉള്ളത്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ചോദ്യം വരാൻ സാധ്യതയുള്ളത്. കുറെ വാരി വലിച്ച് പഠിക്കണ്ട, എക്സാം കോമ്പറ്റേറ്റീവ് എക്സാം ആണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് എവിടെ നിന്നാണ് ചോദ്യം വരുന്നത്, ഫ്രീക്വന്റ് ആയിട്ട് എവിടെ നിന്ന് ചോദ്യം വരും എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി എവിടെയാണ് നിങ്ങൾക്ക് ഫോക്കസ് കൊടുക്കേണ്ടത്, ഇതും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
ടീച്ച് someone else. അതായത് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റ് ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ ഒരാളെ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് എവിടെയാണ് തപ്പൽ വരുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത്, എവിടെയാണ് നിങ്ങൾ സ്റ്റക്ക് ആവുന്നത്, ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ചിലരുണ്ട് എക്സാം നാളെയാണ് മറ്റന്നെയാണ് എന്നൊക്കെ വിചാരിച്ച് ഒരു തരത്തിലും ബ്രേക്ക് എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്നവര്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. അത് നമ്മുടെ ബ്രെയിനും അതുപോലെ എഫക്റ്റീവ് ആയിട്ട് റീകോൾ ചെയ്യാനും നല്ലതല്ല. അപ്പൊ ചെറിയ ചെറിയ ബ്രേക്സ് നിങ്ങൾക്ക് എടുക്കാം. 25 മിനിറ്റ് പഠിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് ബ്രേക്ക് എടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ ഒന്ന് റിലാക്സ് ചെയ്ത് ചുറ്റുമൊന്ന് നടന്ന് കുറച്ച് ഗ്രീനറി ഒക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിച്ചാൽ അത്രയും നല്ലതാണ്. ഇതിനാണ് പോമഡോറോ ടെക്നിക് എന്ന് പറയുന്നത്. എഫക്റ്റീവ് ആയിട്ടുള്ള ബ്രേക്കുകൾ ഈ 5 മിനിറ്റ് ബ്രേക്ക് തന്നെ ആയിരിക്കണം. അതിൽ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കളിക്കാനൊന്നും പോകരുത്. മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ പഠനത്തിൽ തന്നെയാണ്. എങ്കിലും ചെറിയ ബ്രേക്കുകൾ എടുത്ത് ഒന്ന് റീഫ്രഷ് ചെയ്ത് എഗെയിൻ ഒന്ന് വന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു തരത്തിലും മടുപ്പില്ലാതെ പഠിക്കുക, സന്തോഷത്തോടെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഉറക്കമില്ലാതെ ഉറക്കമുളച്ച് കുറച്ചൊക്കെ ഉറക്കമുളയ്ക്കാം, പക്ഷെ എന്ന് വെച്ചിട്ട് ഉറക്കമേ ഇല്ലാതെ ഇരിക്കരുത്. അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കുക, ഹൈഡ്രേറ്റഡ് ആയിരിക്കുക, വെള്ളം കുടിക്കുക. അതിനുശേഷം നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ബ്രേക്ക് എടുക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എൻഷുർ ചെയ്യുക. അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് റിലാക്സ്ഡ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പറ്റുമെങ്കിൽ ചെറിയ ചില എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് നിങ്ങളുടെ പഠനത്തെ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. ഇന്ന് പലരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഡിസ്ട്രാക്ഷൻസ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു ക്വൈറ്റ് ആയിട്ടുള്ള സ്പേസിൽ ഇരുന്നുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയയിലോട്ടൊന്നും പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചിലർ ഇൻസ്റ്റാഗ്രാമും അതുപോലെ യൂട്യൂബിലെ വല്ല വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അതിലോട്ട് അങ്ങ് പോകും അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് പഠിത്തത്തിന് ആവശ്യമുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. നമ്മുടെ ചാനലിൽ തന്നെ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റ് ചാനൽസിനകത്തുള്ള സ്റ്റഡി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. പക്ഷെ ഒരു കാരണവശാലും എന്റർടൈൻമെന്റിലോട്ട് അധികം അങ്ങോട്ട് പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ എത്ര നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്യണം നമുക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല അല്ലെ. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് അവോയ്ഡ് ചെയ്തുകൊണ്ട് മാക്സിമം നിങ്ങൾ സോഷ്യൽ മീഡിയ ആപ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുകയോ അതൊന്ന് ഫ്രീസ് ചെയ്ത് വെക്കുകയോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്തത് ഈ സമയത്ത് വേണ്ട എന്ന് വെക്കാനായിട്ടുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അതിനുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ടായിരിക്കണം. എല്ലാത്തിനുപരി നിങ്ങൾക്ക് വേണ്ടത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രെസ് മാനേജ് ചെയ്തുകൊണ്ടുള്ള ഒരു ടൈമാണ്. ഈ ഒരു റിവിഷൻ പീരീഡിൽ ഒട്ടും പാനിക് ആവാതെ നമ്മൾ പഠിക്കാനുള്ള ടാസ്കുകൾ, ചെറിയ ചെറിയ ടാസ്കുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഓരോ ദിവസം ഇത്ര ടോപ്പിക്സ് നമ്മൾ പഠിച്ചിരിക്കും. ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത ടോപ്പിക് പഠിച്ചില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷൻ ഒന്നും നിങ്ങൾക്ക് വേണ്ട. ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ ഓരോ ടോപ്പിക് പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ ദിവസവും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുന്നതിനെ പറ്റി മാത്രം ചിന്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്ട്രെസ് റിലീഫിന് വേണ്ടി ബ്രീത്തിങ്ങും മെഡിറ്റേഷനും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നവർ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാടധികം സ്ട്രെസ് എടുക്കുന്നവർ ഇങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൺസിസ്റ്റൻസി ആണ് കീ. ഇതുവരെ ഓടിയെത്തിയവര് ഈ സമയത്ത് പാനിക് ആയിട്ട് മൊത്തം കൊണ്ടങ്ങ് കൊളാക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, നമ്മുടെ ക്വാളിറ്റി ഓഫ് സ്റ്റഡി ഇമ്പോർട്ടൻ്റ് ആണ് ക്വാണ്ടിറ്റി ഓഫ് വർക്കിനേക്കാളും. നമ്മൾ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. ഏത് രീതിയിൽ സ്പെൻഡ് ചെയ്യണമെന്ന് അറിഞ്ഞ് എഫക്റ്റീവ് ആയിട്ട് സ്പെൻഡ് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്സ് ഇടുക. എവിടെയാണ് നിങ്ങൾക്ക് കറക്ഷൻ വേണ്ടത് അത് കറക്റ്റ് ചെയ്യാനായിട്ടും മുന്നോട്ട് എന്നുള്ള രീതിയിൽ പോകാനായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ പലർക്കും കുറവുള്ള ഒരു ഫാക്ടറാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പഠിക്കണം എന്നൊക്കെ ഉണ്ട്, ജോലി വാങ്ങണമെന്നുണ്ട്, പക്ഷെ മോട്ടിവേഷൻ ഇല്ല എന്ന് പറയുന്നവര്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കാതെ നിങ്ങൾക്ക് ഒന്നും നേടാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ തടസ്സങ്ങളെ ചെറുക്കാനുള്ള കരുത്ത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് ആദ്യമേ വിശ്വസിക്കുക. സക്സസ് എന്ന് പറയുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് കിട്ടുന്ന ഒന്നും കാര്യമല്ല അല്ലെ. ചെറിയ ചെറിയ എഫേർട്സ് ഡെയിലി നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു സക്സസിലോട്ട് എത്തിച്ചേരുന്നത്. അപ്പൊ ഡെയിലി ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം. ഇന്ന് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല അല്ലെ. നമ്മൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു മോട്ടിവേഷൻ കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. അങ്ങനെയുള്ളവരെ വിജയിക്കുന്നുള്ളൂ. ചിലരൊക്കെ ഉണ്ട് ആദ്യം നല്ലൊരു ആവേശം ഉണ്ടായിരിക്കും, തുടക്കത്തിൽ ഭയങ്കര ആവേശമായിരിക്കും പഠിക്കാനും. വന്നു നമ്മുടെ സിലബസ് ഇനി പഠിക്കണം. അത് ഒരാഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഈ ഇടയിലൊരു ടൈമിൽ എന്താ അവർ ചെയ്യുന്നത് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. പിന്നെ അവരുടെ ആവശ്യം കാണിക്കുന്നത് അവര് ഈ പറയുന്ന ഹോൾ ടിക്കറ്റ് വന്നിട്ടൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ ആയിട്ട് കാര്യമില്ല. നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഇടാൻ സാധിക്കണം. ഇനി എങ്ങനെ തന്നെ ആണെങ്കിലും റിവിഷൻ ഡേയ്സിൽ തന്നെ പഠിക്കാന്ന് വിചാരിച്ചാലും അപ്പോഴും ആദ്യത്തെ 2-3 ദിവസം നിങ്ങൾ ആ റിവിഷൻ പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ഒരു 4-5 ദിവസമൊക്കെ ആകുമ്പോഴേക്കും അങ്ങ് ഡ്രോപ്പ് ആയി പിന്നെയും പിക്കപ്പ് ചെയ്യാൻ പറ്റാണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അങ്ങനെയല്ല, ഈ 10
ദിവസം നമുക്ക് ഉണ്ടെങ്കിൽ ആ 10 ദിവസം കോൺസ്റ്റന്റ് ആയിട്ടൊരു മോട്ടിവേഷൻ, എക്സാം കഴിഞ്ഞിട്ടേ നമ്മൾ അതിനകത്ത് പിന്മാറുള്ളൂ എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവണം. ഓരോ ചാലഞ്ചും ഏറ്റെടുത്ത് അത് ഇംപ്രൂവ് ചെയ്ത് എന്താണ് കറക്റ്റ് ചെയ്യാനുള്ളത് എന്ന് മനസ്സിലാക്കി കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നിങ്ങൾ പഠിക്കുന്ന ഓരോ മിനിറ്റും നാളേക്കുള്ള നിങ്ങളുടെ ഒരു എഫേർട്ടായിട്ട് മാത്രം കണക്കാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്ന് മുന്നോട്ട് കുതിക്കാനായിട്ടും ഓരോ ചാലഞ്ചും ഫേസ് ചെയ്തുകൊണ്ട് ഓരോ ദിവസവും കടന്നു പോകാനായിട്ടും ശ്രദ്ധിക്കുക. ഫൈനലി നമ്മുടെ എക്സാം വരുമ്പോൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങൾ എഫക്ട് ചെയ്യാതെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു എക്സാമിന് വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ഈ 10 ദിവസം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സാമിന്റെ ആ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എക്സാമിന്റെ സമയത്ത് നമ്മളൊരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ടായിരിക്കും, എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം പേപ്പർ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാം എന്നതിനെ കുറിച്ച്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ആവശ്യമില്ലാതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ആവശ്യത്തോടെ പഠിക്കണം. ഈ 10 ദിവസം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. അത് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ചെയ്യേണ്ട എഫേർട്ടാണ്. അപ്പൊ അത് മറക്കാതെ തന്നെ ചെയ്യുക. ഈ 10 ദിവസം വെറുതെ പോയിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് പഠിക്കാൻ ആഗ്രഹിച്ചവര്, ഈ ജോലി നേടാൻ ആഗ്രഹിച്ചവര് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടുകൊണ്ട് റിവിഷൻ ഡേയ്സ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്, കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കേരള PSC എക്സാം ആയ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി 2 മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാണ്. ഈ ഒരു മോക്ക് ടെസ്റ്റ് നമുക്കറിയാം നമ്മുടെ സിലബസിൽ MLT, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഇങ്ങനെയുള്ള 5 ടോപ്പിക്സ് ആണ് വരുന്നത്. ഇതിൽ വെയിറ്റേജ് അനുസരിച്ച് 2 ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്, ഒന്നല്ല 2 മോക്ക് ടെസ്റ്റ്. ഇതിൽ ആദ്യത്തെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ തെറ്റ് പറ്റുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചിലര് ചോദ്യങ്ങൾ വായിക്കുമ്പോൾ തെറ്റി വായിക്കും അല്ലെ, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, എക്സെപ്റ്റ്, ഇങ്ങനെ ചില ടേംസ്, റോങ് സ്റ്റേറ്റ്മെന്റ്, ഇതൊക്കെ നമ്മൾ കണ്ണിൽ കാണാതെ പോകും. അപ്പൊ ഇത് കാരണമാണോ നിങ്ങളുടെ മാർക്ക് എഫക്റ്റഡ് ആവുന്നത്, നിങ്ങളുടെ മാർക്ക് കുറയുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ചില ടോപ്പിക്സ് പഠിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും പഠിച്ചെത്തിയിട്ടില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സൂചന നൽകുന്നുണ്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ. അപ്പൊ അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ചിലർ പാനിക് ഇഷ്യൂസ് ഉണ്ടായിരിക്കും അല്ലെ, ചിലർ പെട്ടെന്ന് ഒരു എക്സാം എഴുതുമ്പോൾ ആ ഒരു ടെൻഷൻ കാരണം അല്ലെങ്കിൽ ഒരു വെപ്രാളം കാരണം കുറെ ക്വസ്റ്റ്യൻസ് അങ്ങ് തെറ്റിക്കും. അത് മനഃപൂർവ്വമല്ല, അറിയാതെ തെറ്റിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിയോർ ആയിട്ട് ഒരു എക്സാം എഴുതി നോക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി തന്നെ 2 മോക്ക് ടെസ്റ്റുകളാണ് കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യത്തെ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ആദ്യത്തെ മോക്ക് ടെസ്റ്റ് വാങ്ങിയതിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 മാർക്ക്, അറ്റ്ലീസ്റ്റ് 3 മാർക്കെങ്കിലും കൂട്ടി വാങ്ങാനായിട്ട് നിങ്ങൾക്ക് രണ്ടാമത്തെ മോക്ക് ടെസ്റ്റിൽ സാധിക്കണം. അപ്പൊ ആ ഒരു രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് തന്നിരിക്കുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്ത് ഡീറ്റെയിൽസ് ചോദിച്ചറിയാനായിട്ടും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നിങ്ങളുടെ എല്ലാ സജഷൻസും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സജഷൻസ് അനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നതനുസരിച്ചാണ് നമ്മൾ ഓരോ വീഡിയോ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയുക. നിങ്ങളുടെ കമന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്കിൽ മാത്രമേ അടുത്തത് നിങ്ങൾക്കായിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് ഒരു ഐഡിയ നമുക്ക് ലഭിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കമന്റ്സ്, അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ടും ശ്രദ്ധിക്കുക. അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.